ക്രേസി ഹൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പായസമാണ്, പരിപ്പ് പായസം. അപ്പൊ ഓണം സ്പെഷ്യല് പരിപ്പ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നായിട്ട് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ പാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കാഷ്നട്ട് ആദ്യം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരുന്ന കാഷ്നട്ടാണ്. അതിന് പൊടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇത് വറുത്തെടുക്കാം. നേരിയ ഒരു കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ കിസ്മിസും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇറക്കി കൊടുത്ത് വറുത്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്ര മതി. രണ്ടും കൂടി ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പൊ ആദ്യം നമ്മൾ കാഷ്നട്ട് ഇട്ടിട്ട് വേണം കിസ്മിസ് ഇട്ട് കൊടുക്കാൻ. അധികം മൂത്ത് പോകരുത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചെറുപയർ പരിപ്പാണ് നമ്മൾ പായസം വെക്കാൻ എടുക്കണതല്ല. അപ്പൊ ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഒരു 5-8 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിൽ വെച്ചിട്ട് അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം 1 ഗ്ലാസോളം ഉണ്ടാവും. അപ്പോൾ ഒരു 200 ഗ്രാമോളം പരിപ്പ്. ഇതാണ് നമ്മൾ പായസം വെക്കാൻ എടുക്കുന്ന ഈ പരിപ്പ്. ഇതുപോലെ ചെറിയ ഒരു പരിപ്പാണത്. അപ്പൊ ചെറുപയർ പരിപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് എല്ലാവരും പായസം വെക്കാനായിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ പരിപ്പ് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബാലൻസ് വന്ന നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പരിപ്പ് നമ്മൾ വളരെ സ്ലോവില് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിതിങ്ങനെ വറുത്തെടുക്കേണ്ടത്. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളത് വറുത്തെടുക്കണം കേട്ടോ. ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഏകദേശം ഇങ്ങനെ ആയി വരുമ്പോ തന്നെ നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇങ്ങനത്തേക്ക് ഒരു കയ്യിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇറക്കാനായിട്ട് എളുപ്പം ആവും. ഓണത്തിന് മിക്കവാറും എല്ലാവരും പരിപ്പ് പായസത്തിനോടാണ് ഇഷ്ടം. ഇത് ഒരു അല്പസമയം എടുക്കും നമുക്കിതിങ്ങനെ വറുത്ത് കിട്ടാൻ വേണ്ടിട്ടേ. കഴിഞ്ഞ ദിവസം ഞാനൊരു പാലയുടെ പായസം, പിങ്ക് പാലയുടെ പായസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം. കണ്ടിട്ടില്ലാത്തവര്. നല്ല അടിപൊളി പായസമാണ്. പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിങ്ക് പാലയുടെ കഴിക്കുമ്പോൾ നമ്മൾ കരുതും അതിനാണ് ടേസ്റ്റ് ഉള്ളത്. പരിപ്പ് പായസം കഴിക്കുമ്പോൾ കരുതും ഇതാണ് നല്ലത്. പായസം എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആയിട്ടില്ല, ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട്. സാവകാശം ആവുള്ളൂ. നമ്മള് മീഡിയം ഫ്ലെയിമിലല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്. പണ്ടൊക്കെ ഓണം എന്ന് പറയുന്നത് ഒരു സന്തോഷമായിരുന്നല്ലേ. പണ്ടത്തെ ഓണത്തിന്റെ രസമൊന്നും ഇല്ല. ഇപ്പോഴും സന്തോഷക്കുറവൊന്നുമില്ല. എന്നാലും ഈ കൊറോണയൊക്കെ വന്നിട്ടേ ആകെ കൂടെ ഒരു സ്വസ്ഥതക്കേട് പോലെ. എന്നാലും നമ്മൾ ഓണം ആഘോഷിക്കും. ഇതിനെയൊക്കെ നമ്മൾ നേരിടും. പായസമൊക്കെ വെക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളത് ചെയ്യണം. അപ്പോഴാ പായസത്തിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഒരല്പം അതിന്റെ ആ പാകത്തിനൊക്കെ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പായസത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് തോന്നും. ഒരു പച്ച ടേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും. അപ്പൊ എന്റെ ഈ ചാനല് ക്രേസി ഹാക്സ് ഒരുപാട് വീഡിയോസ് ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇതിനു മുന്നേ ഒരു പിങ്ക് പാലട ഇട്ടിട്ടുണ്ട്. പിന്നെ ഓണം സ്പെഷ്യൽ അച്ചാറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അത് അടിപൊളി റെസിപ്പീസ്.
അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമന്റും ചെയ്യണം. ഇപ്പൊ ഇത് നല്ല കറക്റ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ട് നന്നായിട്ട് ഒരു 4 വിസിലില് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവണം. പരിപ്പ് എപ്പോഴും നന്നായിട്ട് വെന്തില്ലെങ്കിൽ ആ ശർക്കരയൊക്കെ അങ്ങോട്ട് പിടിക്കാതെ ഒരു ഇതായിട്ട് കിടക്കും. ഇനി നമുക്ക് ഈ കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിലില് നമുക്ക് ഈ പരിപ്പ് ഇതിനകത്തേക്ക് ഇട്ട് വേവിച്ചെടുക്കണം. അപ്പൊ ഈ 1 ഗ്ലാസ് പരിപ്പിന് വേണ്ടിയിട്ട്, അതായത് ഒരു 200 ഗ്രാമോളം പരിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 നാളികേരമാണ്. ആ 1 നാളികേരത്തിന്റെ പാല് ഞാൻ 2 തരം പാലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 1 ഗ്ലാസ് ഒന്നാം പാലും ബാക്കിയുള്ളത് ഒരു 3 ഗ്ലാസോളം രണ്ടാം പാലും, അതായത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് രണ്ടാം പാല്. ഇതിനകത്തേക്ക് ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടും. അപ്പൊ ഇത് മുഴുവൻ ഒഴിക്കണ്ട, കാണിച്ചുതരാം. ഒരു ഏകദേശം 2.5 ഗ്ലാസോളം രണ്ടാം പാല് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ചുകൂടി ഉണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പൊ കുക്കർ നന്നായിട്ട് അടക്കാം. അതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇടാം. എന്നിട്ട് ഒരു 4 വിസില് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കണം. കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും കുക്കാവുന്നത് വരെ 1-2 വിസിൽ. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള കുക്കറിന്റെ ഇത് അനുസരിച്ചിരിക്കും അതിന്റെ കുക്കിംഗ് ടൈം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം. ഇപ്പൊ നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ 4 വിസിലാണ് വെച്ചത്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. 4 വിസിൽ കറക്റ്റ് ആയിരുന്നു. ഇത് മൊത്തത്തിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. നമ്മൾ ആ നാളികേരപ്പാലിന്റെ രണ്ടാം പാലിന്റെ ബാക്കി ഉണ്ടായില്ലേ, അതും കൂടി ഇതിനകത്ത് ഒഴിച്ച് നമ്മളത് കഴുകിയെടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പരിപ്പ് നന്നായിട്ട് വേവണം. പരിപ്പ് നന്നായിട്ട് വെന്തില്ലെങ്കിൽ ആകെ ഒരു നമ്മുടെ പായസം കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. കുടിക്കുമ്പോഴാണെങ്കിലും ഒരു രസം ഉണ്ടാവില്ല. ഇതിപ്പോ കറക്റ്റ് വേവാണ് ഇതിന്. ഇപ്പൊ നമ്മുടെ പായസത്തിന്റെ പരിപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ റെഡിയാക്കി ആദ്യമേ വെച്ചത്. അപ്പൊ ഈ 200 ഗ്രാം പരിപ്പിന് ഞാനൊരു 300 ഗ്രാമോളം ശർക്കരയാണ് ഞാൻ ഉരുക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മധുരമൊക്കെ നോക്കിയിട്ട് ഏകദേശം കറക്റ്റായിട്ട് വരും. ഇത് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ശർക്കരയിൽ ഇനി ഇതിങ്ങനെ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. അപ്പോഴതിന്റെ ആ പരിപ്പിന്റെ ആ പച്ച ടേസ്റ്റൊക്കെ ശരിക്കും അങ്ങോട്ട് മാറി നല്ല കലക്കം പായസമായിട്ട് വരുള്ളൂ. ഈ പായസമൊക്കെ നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ ഇളക്കി നല്ല അടിപ്പനായിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ് ഈ പായസം. അപ്പൊ നമ്മുടെ ഈ പരിപ്പ് പായസത്തിന്റെ ആ മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിടാം. ഓരോരുത്തർക്ക് ഓരോ മധുരം ആയിരിക്കുമല്ലോ. അടി പിടിക്കാതെ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പൊ നമ്മുടെ പായസം കുറേയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇപ്പൊ മധുരം നോക്കിയപ്പോഴും ഒരു മീഡിയം മധുരമാണ് ഇപ്പൊ ആയേക്കണത്. അപ്പൊ നമുക്കൊരു ബാക്കിയുള്ള ഈ ശർക്കരയും ഇതിനകത്തേക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കുറെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ശരിക്കും അങ്ങോട്ട് ഒന്നും കൂടി അങ്ങോട്ട് വറ്റണം. അത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം. ഇനി ഈ നെയ്യിലും ഈ ശർക്കരയിലും കിടന്ന് നന്നായിട്ട് അതുകൊണ്ട് ഒന്നങ്ങോട്ട് വഴന്ന് വന്ന് ആ പായസത്തിന്റെ കറക്റ്റ് കൂട്ടുങ്ങട്
വരുള്ളൂ. പരിപ്പ് പായസം എന്ന് പറഞ്ഞാൽ ആർക്കാ ഇഷ്ടപ്പെടാത്തതല്ലേ. അപ്പൊ നമ്മുടെ ഓണം പായസം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പായസം ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. അതിന്റെ ശർക്കരയും നെയ്യും ഒക്കെ അങ്ങ് കിടന്ന് പിടിച്ച് നല്ല അടിപ്പും പായസമായിട്ട് സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാലില്ലേ, അത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആ തിടയൊന്ന് പൊട്ടി വന്നാൽ മാത്രം മതി. കണ്ടോ നമ്മുടെ പായസം ഇരിക്കുന്നുണ്ട്. ഓണം വന്നു കഴിഞ്ഞ് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് പൊടിച്ച ഏലക്കായി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് പായസത്തിന്റെ റിയൽ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ. ഓണം വന്നിട്ടാ. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓണം സ്പെഷ്യൽ പരിപ്പ് പായസം. ഒരു ഹെൽപ്പ് ചെയ്യും. എന്ത് ഹെൽപ്പ്? ഈ കാഷ്യൂ നട്ടിനകത്തോട്ടൊന്ന് മതിയാ? ഇതെല്ലാരും ഇടണം. ഇവിടെ കമത്തിട്ട്. അപ്പൊ ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ പരിപ്പ് പായസം നമ്മൾ രണ്ടുപേരും കൂടി തയ്യാറാക്കി. ശരി, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഈ പരിപ്പ് പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പായസമാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. വീണ്ടും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരുടെയും സങ്കടങ്ങളൊക്കെ മാറി നല്ലൊരു ദിവസങ്ങൾക്കായിട്ട് നമുക്ക് ഇനിയും കാത്തിരിക്കാം. നല്ല ദിവസങ്ങൾ എന്തായാലും വന്നു ചേരും, അത് ഉറപ്പാണ്. അപ്പൊ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഹാപ്പി ഓണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ. പൊൻചിങ്ങ പുലരിയിലെ ഈ പൊന്നോണ നിലാവിലും നമ്മുടെ കണ്ണൊന്ന് നനഞ്ഞുവോ? ഒരുപക്ഷെ ആ പഴയ ഓർമ്മകളുടെ സുഗന്ധം നമ്മെ അലട്ടുന്നത് കൊണ്ടാകാം. ഓണം കുട്ടിക്കാലത്ത് ഒരു പ്രതീക്ഷയായിരുന്നു. ഒത്തുചേരലിൻ്റെ, പുത്തനുടുപ്പിൻ്റെ, ഓണസദ്യയുടെ, ഓണക്കളികളുടെ, ഉത്രാടരാത്രിയിലെ ഉറക്കമില്ലാത്ത അമ്മയുടെ. പറയാൻ ഒരുപാടുണ്ട്. ഇനിയൊരു തിരിച്ചുവരവില്ലെന്നറിയുമ്പോഴും പ്രതീക്ഷയുടെ ആ നല്ല പൊന്നിൻ ചിങ്ങ പുലരിക്കായി നമുക്ക് വീണ്ടും കാത്തിരിക്കാം.